2020 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ കണ്ട മലയാളം ക്രൈം മൂവീസിന്റെ ഒരു വീഡിയോ ആണിത്. ഇതിന്റെ ഒന്നാം ഭാഗം ചാനലിൽ കിടപ്പുണ്ട്. പ്ലീസ് ചെക്ക് ഔട്ട്. ഒരു യഥാർത്ഥ കഥയെയും കഥാപാത്രത്തെയും ആസ്പദമാക്കി കൂതറ എന്ന മലങ്കൾട്ടിന് ശേഷം ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് കുറുപ്പ്. 2021 ഇറങ്ങിയ കുറുപ്പിൽ പ്രധാന കഥാപാത്രമായ കുറുപ്പിനെ അവതരിപ്പിച്ചത് ദുൽഖർ സൽമാനാണ്. വളരെ സ്റ്റൈലിഷായ മേക്കിങ്ങും പിന്നെ നോൺ ലീനിയർ ആയ കഥാപറച്ചിലും പ്രേക്ഷകരെ കുറുപ്പിലേക്ക് അടുപ്പിച്ചു. സിനിമയിലെ ഗാനങ്ങളെല്ലാം വളരെ മനോഹരം. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാനും പെടാതിരിക്കാനുമുള്ള കാരണങ്ങൾ ഞാൻ പറയാം. ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം, കുറുപ്പിനെ പോലൊരു ക്രിമിനലിന്റെ കഥ പറയും സംവിധായകനും കഥാകൃത്തിനും ഒരു സാമൂഹ്യ പ്രതിബദ്ധത വേണമായിരുന്നു. അത് അവർ പാലിച്ചില്ല എന്ന് മാത്രമല്ല, അയാളെ വളരെ ഗ്ലോറിഫൈ ചെയ്ത് ഒരുപാട് സീനുകൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്തു. പോരാത്തതിന് ഒരു മാസ് ഹീറോ പരിവേഷം കിട്ടിയ കുറുപ്പിന് കൊന്നുതള്ളാൻ യഥാർത്ഥ ജീവിതത്തിലെ കഥാപാത്രങ്ങളെ, അവരുടെ കഥയെ ഇതിൽ ചേർത്ത സംവിധായകനെ കൈകൂപ്പിയേ പറ്റും. ഇനി ഇഷ്ടപ്പെടാനുള്ള കാരണം, ഷൈൻ ടോം ചാക്കോ. ഈ പുള്ളിയുടെ ക്യാരക്ടർ എനിക്ക് വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. പുള്ളി സ്ക്രീനിൽ വന്ന് പോകുന്നത് വരെ ഞാൻ വളരെ ആസ്വദിച്ചാണ് സിനിമ കണ്ടത്. പുള്ളിയുടെ മാനറിസങ്ങളും ക്യാരക്ടറിന്റെ ഘടനയും എനിക്ക് വല്ലാതെ ബോധിച്ചു. എനിക്ക് ഒരു പരിധിവരെ സിനിമ ആസ്വദിക്കാൻ പറ്റിയത് ഷൈൻ ഉള്ളത് കൊണ്ടാണ്.